ഞാനും പാച്ചുക്കുട്ടനും ഈ റെഡിയായി നിൽക്കുന്നത് അമ്പലത്തിലേക്ക് പോകാനാണ്. കാറിൽ കയറിയപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ നേരം ഈ മഴ ചാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളിപ്പോ കോന്നി എത്തിയേ. ഇത്തവണ അമ്പലത്തിലേക്ക് പോകാൻ ഞാനും പാച്ചുക്കുട്ടനും ഏട്ടനും മാത്രമല്ല കേട്ടോ, പാച്ചുക്കുട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിച്ചു ഉണ്ട്. കിച്ചുവിന്റെ അമ്മ കലച്ചേച്ചി ഉണ്ട്. ചേച്ചി എന്റെ മുഖം കാണിക്കില്ലെന്ന് പറഞ്ഞ് അവിടെ കുനിഞ്ഞിരിപ്പുണ്ട്. ഞങ്ങൾ പോകുന്നത് എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ. കോന്നിയിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന വനപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഊരാളി അപ്പൂപ്പൻ കാവിലേക്കാണ് പോകുന്നത്. അമ്പലം എന്നല്ല ശരിക്കും പറയേണ്ടത്, ഇത് കാവാണേ. കുറച്ചു നേരം കാട്ടിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ പോകുന്ന കാവിന്റെ അവിടെ എത്തും. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ മഴയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എങ്കിലും 24 മണിക്കൂറും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കാവാണിത്. എപ്പോ വന്നാലും ഇവിടെ തിരക്കാണ്. കാവിനോട് ചേർന്ന് തന്നെയാണ് അച്ചൻകോവിലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് നമ്മൾ കാവിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാവിലെത്തി തൊഴുത് വഴിപാടുകളൊക്കെ നടത്തി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് തൊട്ടുപുറയിലാണ് അച്ചൻകോവിലാർ ഒഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇത്. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയും കാറ്റുമാണെന്ന്. അങ്ങനെ ഉണ്ടായ മഴയിൽ ഇവിടുത്തെ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വൃത്തിയാക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. തൊഴുതിറങ്ങി ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് നിന്നപ്പോഴാണ് അവിടുത്തെ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു അന്നദാനം കഴിക്കാനായിട്ട്. ഞങ്ങൾ ചെന്ന സമയം 5 മണിയായിരുന്നു. ഇപ്പോഴും അന്നദാനം ഉണ്ടോയെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോ വന്നാലും നമുക്ക് ഇവിടെ അന്നദാനം കിട്ടുക, നല്ല ചൂട് കഞ്ഞിയാണ് കിട്ടുന്നത്. അത് കുടിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. പൊങ്കാലയൊക്കെ ഇവിടുത്തെ സ്ഥിരം വഴിപാടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കലവും അടുപ്പുകളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ അന്നദാനം കഴിച്ചത്. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കർക്കിടക വാവായിരുന്നല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛനും മോനും ഇവിടെ കുരങ്ങിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോക്ക് രണ്ടുപേരും ക്യാമറയിലൊക്കെ നോക്കി സ്റ്റൈല് കാണിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.